അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നോർക്ക NRK വനിതാ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത വിദേശ തൊഴിൽ കുടിയേറ്റ നിയമബോധവൽക്കരണ വർക്ക്ഷോപ്പ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ സഹകരണത്തോടെ മാർച്ച് 7 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ തൈക്കാട് കിഡ്സ് ക്യാമ്പസ് ഹാളിൽ സംഘടിപ്പിച്ചു. നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ കിഡ്സ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് MR ആശംസകൾ അറിയിച്ചു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ പ്രതിനിധി ഡോക്ടർ എൽസ ഉമ്മൻ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ നേഹ വാധവൻ, മാധ്യമപ്രവർത്തകർ, ലോക കേരള സഭ പ്രതിനിധികളായ അനുപമ വെങ്കടേശ്വരൻ, തൻസി ഹാഷിർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. എന്താണ്? ലാക്ക് ഓഫ് അവയർനെസ് ആണോ? കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മൈഗ്രേഷനെ കുറിച്ച് ടിക്കറ്റ് എടുത്ത് പോകുക എന്നുള്ള പാസ്പോർട്ടും ടിക്കറ്റും വിസയും ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതല്ല മൈഗ്രേഷൻ. മൈഗ്രേഷന് നിങ്ങളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ കാര്യം നിങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളോട് പറയും, you should know about the labor laws of that particular country. You should know about the cultural nuances of that country. അറിയണ്ടേ? സംസ്കാരം, അവിടുത്തെ കൾച്ചറൽ nuances നിങ്ങൾ അറിയണം. You should know the labor laws. You should know the immigration law. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക്. അപ്പൊ UAE ഇമിഗ്രേഷൻ ലോ എന്താണ്, അവിടുത്തെ ലേബർ ലോസ് എന്തൊക്കെയാണ്, അവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ്, ഭാഷ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അല്പം നോളജ് കൊണ്ട് പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. വിദേശ രാജ്യത്ത് മലയാളി കൂട്ടായ്മയുടെ പിന്തുണ ഉറപ്പാക്കാൻ ലോക കേരളം ഓൺലൈൻ വെബ് പോർട്ടലിൽ പ്രവാസികൾ രജിസ്റ്റർ ചെയ്യുന്നത് സഹായകരമാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ നോർക്ക CEO അജിത് കൊളശ്ശേരി വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിലെ കുടിയേറ്റ നിയമങ്ങൾ, അവിടെ അറിയേണ്ട മറ്റു വിവരങ്ങൾ എന്നിവയെല്ലാം ഈ പോർട്ടലിൽ ലഭ്യമാക്കും. ഞങ്ങൾ നിങ്ങൾക്കൊരു വെബ് സപ്പോർട്ട് പ്രോഗ്രാം കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ലോക കേരള ഓൺലൈൻ. This is an exclusive web portal developed by the Norka Roots for the entire Malayali diaspora across the countries. ഇതൊരു സോഷ്യൽ കണക്ടിവിറ്റിയാണ്. നിങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ, ഇൻസ്റ്റ ഉപയോഗിക്കുന്ന പോലെ നിങ്ങളെ തമ്മിൽ, പക്ഷെ അതിനില്ലാത്ത ഒരു ഫീച്ചറും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പോകാം. നിങ്ങൾ പോകുന്ന രാജ്യത്തേക്ക് എന്തുകൊണ്ടെന്നല്ല, നിങ്ങൾ ആ രാജ്യത്ത് ലാൻഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ അവിടെ ചെന്ന് വർക്ക് ചെയ്യുമ്പോൾ, that portal will show you who are the nearest Malayalis. മലയാളികൾ ആരുണ്ടെന്ന് ആ പോർട്ടൽ നിങ്ങളെ കാണിച്ചു തരും. So that you can start a networking. You can start networking with that Malayalis. ഞാൻ സെർബിയാനിലാണ് ലാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഡബ്ലിനിലാണെങ്കിൽ, so the portal will show you who are the nearby Malayalis. അവരുടെ പ്രൊഫഷൻ എന്താണ്, ഡോക്ടേഴ്സ് ആർ there, അഡ്വക്കേറ്റ്സ് ആർ there, പീപ്പിൾ ഫ്രം അതർ പ്രൊഫഷൻസ്. അവരുടെ പ്രൊഫഷൻ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. അവിടുത്തെ ഡയസ്പോറ അസോസിയേഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. സോ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ടു ബിൽഡ് അപ്പ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ ഐസൊലേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇല്ലേ? തീർച്ചയായിട്ടും നെറ്റ്വർക്കിംഗ് നമ്മുടെ വിദേശത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെയെല്ലാം നിറച്ച് മലയാളികൾ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വിലയൊന്നുമില്ല. നമ്മളൊരു പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ലൈനിൽ ചെല്ലുമ്പം നമ്മൾ ആ ലോൺലിനെസ്, വി ആർ ദ സിംഗിൾ പേഴ്സൺ, നമ്മൾ ആ സോളിറ്ററിനെസ്, ഒരു സോളിറ്ററി ഒരു ഫീലിംഗ് നമുക്ക് വരും. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കാൻ മലയാളികളുമായി നെറ്റ്വർക്ക്. അപ്പം ലോക കേരള ഓൺലൈൻ ഒരു പോർട്ടലുണ്ട്, നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യണം. തൊഴിൽ അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കായി വർക്ക് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ മാത്രമേ വിദേശത്തേക്ക് പോകാവൂ എന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ പ്രതിനിധി ഡോക്ടർ എൽസ ഉമ്മൻ പറഞ്ഞു. Have any of you heard about the GCM? So we spoke about safe migration. A global agreement that is of great significance is GCM. So the Global Compact for Safe, Orderly and Regular Migration is the first intergovernmentally agreed agreement concerning international migration. കേരള സർക്കാരിന്റെ പ്രവാസി നയവും നോർക്ക റൂട്ട്സിന്റെ വിപുലമായ പ്രവർത്തനവും പ്രശംസനീയമാണെന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രതിനിധി ഡോക്ടർ നേഹ വാധ്വൻ അഭിപ്രായപ്പെട്ടു. തിരികെ എത്തുന്ന പ്രവാസികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ
രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളമെന്നും അവർ പറഞ്ഞു. ലോകത്തിന്റെ മറ്റൊരു അറ്റത്തേക്ക് ജീവിതത്തിന്റെ സാഹചര്യങ്ങളാൽ സ്വയം പറിച്ചു നടുന്ന അനേകം മലയാളികളുടെ പ്രതിനിധിയായി കൂടിയാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത്. മൈഗ്രേഷൻ എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. എത്തിക്കൽ മൈഗ്രേഷനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോൾ അവസരങ്ങൾക്കൊപ്പം അപകടങ്ങളെക്കുറിച്ചും ബോധവതികളായിരിക്കണം എന്നാണ് ഈ ചർച്ചയുടെ ഇൻട്രോ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾക്കൊപ്പം തന്നെ അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റിയും അവബോധമുണ്ടാകണമെന്ന് മാധ്യമപ്രവർത്തകയും ലോക കേരള സഭാ പ്രതിനിധിയുമായ അനുപമ വെങ്കടേശ്വരൻ അഭിപ്രായപ്പെട്ടു. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവില്ലായ്മകളായിരിക്കും വലിയ വലിയ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പ്രത്യേകിച്ചും വിദേശത്തേക്ക് ജോലി സാധ്യതകൾ തേടി പോകുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഇത്തവണത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. സ്ത്രീ മുന്നേറ്റത്തിന് നടത്തപ്പെടേണ്ട ഓരോ ചുവടുവെപ്പും എത്രയും അതിവേഗത്തിൽ ത്വരിതപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഈ ഒരു ആക്സിലറേറ്റ് ആക്ഷൻ എന്ന തീമിലൂടെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നത്. ലിംഗസമത്വം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ മുന്നേറുന്നതെന്ന് മാധ്യമപ്രവർത്തകയും ലോക കേരള സഭ അംഗവുമായ തൻസി ഹാഷിറും അഭിപ്രായപ്പെട്ടു. കേരളീയരായ വനിതകളുടെ സുരക്ഷിതമായ വിദേശ കുടിയേറ്റത്തിനും പ്രവാസി കേരളീയരുടെ പരാതികളിൽ തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായുള്ള ഏകജാലക സംവിധാനമാണ് തൈക്കാട് നോർക്ക സെന്ററിൽ പ്രവർത്തിക്കുന്ന നോർക്ക NRK വനിതാ സെൽ. വിദേശത്തേക്ക് ഉപരിപഠനത്തിനോ തൊഴിലിനോ പോകുന്ന വനിതകൾക്ക് അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ചും സുരക്ഷിതമായ തൊഴിൽ കുടിയേറ്റ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. My dear women, as well as men, let us not degrade ourselves or degrade women saying that we are emotional. Being emotional is not a bad thing. It is our strength, and women do make better leaders. I only wish to those who are listening here that you have the confidence, or even develop the confidence to climb into leadership positions so that you can save the world from extinction. Thank you. Happy Women's Day.